ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. ശ്രീനഗറിൽ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനം, 7 മരണം. ശ്രീനഗറിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ സ്ഫോടനത്തിൽ പോലീസുകാരുൾപ്പെടെ 7 പേർ മരിച്ചു. ഫരീദാബാദ് ഭീകര സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ഫോറൻസിക് സംഘത്തിലെ അംഗങ്ങളും പോലീസുകാരുമടക്കം 30-ലധികം പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 8 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ രാത്രി 11:20ഓടെയായിരുന്നു സംഭവം. പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ശ്രീനഗറിലേക്ക് കൊണ്ടുപോയ സ്ഫോടക വസ്തുക്കളിൽ ഒരു ഭാഗം പോലീസ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നെങ്കിലും 360 കിലോ പരിശോധനയ്ക്കായി പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. പൊട്ടിത്തെറിയുടെ കാരണം സംബന്ധിച്ച് വ്യക്തമല്ല. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വൻ സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവ സ്ഥലത്ത് നിന്ന് 300 അടി അകലെ വരെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെ തീപിടിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ IED ഘടിപ്പിച്ച് സ്ഫോടനം നടത്തിയതാകാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞിട്ടില്ല. ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ PAFF ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുവെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും വിശദ അന്വേഷണം നടക്കും. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന കാർ സ്ഫോടനവുമായി ഇതിന് ബന്ധമുണ്ടെന്നാണ് വിവരം. അതേസമയം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കൂടി അറസ്റ്റിലായിരുന്നു. ഹാപ്പൂരിൽ നിന്ന് ഡോക്ടർ ഷഹീനുമായി ബന്ധമുള്ള ഡോക്ടർ ഫറൂഖാണ് പിടിയിലായത്. അൽഫല സർവകലാശാലയിലെ 4 പേരും പിടിയിലായിട്ടുണ്ട്. ഹാപ്പൂരിലെയും നുഹുവിലെയും പരിശോധന തുടരുകയാണ്. തുർക്കിയിൽ പോയ ഡോക്ടർക്കായും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്.